ഇനി എന്താ പ്ലാൻ? ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള തൊഴിലാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, സെക്കൻഡ് ഫ്ലോർ, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, പട്ടാമ്പി. കോൺടാക്ട് 8078072887, 8078073887. തൃത്താല മണ്ഡലത്തിലെ എൻലൈറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിജയോത്സവം ശനിയാഴ്ച നടക്കും. വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് വിജയോത്സവത്തിൽ ആദരം നൽകുന്നത്. തൃത്താല നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷമായി നടപ്പാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ എൻലൈറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് വിജയോത്സവവും പ്രതിഭാസംഗമവും ഒരുക്കുന്നത്. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിലാണ് എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതി മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നത്. ശനിയാഴ്ച രാവിലെ 9:30 ചാലിശ്ശേരി അൻസാർ കൺവെൻഷൻ സെന്ററിലാണ് വിജയോത്സവം ഒരുക്കുന്നത്. മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14 സ്കൂളുകളിലെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഫുള്ള് A+ കിട്ടിയ 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഫുള്ള് A+ കിട്ടിയ കുട്ടികളെ 21-ാം തീയതി കാലത്ത് 9:30 മണിക്ക് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആദരിക്കുകയാണ്. ഇത് എൻലൈറ്റ് തൃത്താല എന്ന MLA പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത് 4ാം വർഷമാണ് ഇത്തരത്തിൽ തൃത്താല നിയോജകമണ്ഡലത്തിൽ ഉള്ള A+ കിട്ടിയ 10ാം ക്ലാസ് +2 കുട്ടികളെ ആദരിക്കുന്ന പരിപാടി നടത്തുന്നത്. ഇത്തവണ 593 കുട്ടികളാണ് 10ാം ക്ലാസ്സിലെയും +2ലെയും ഉള്ള A+ കിട്ടിയ കുട്ടികൾ എൻലൈറ്റ് തൃത്താലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല 14 സ്കൂളുകളാണ്, ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് നമ്മുടെ തൃത്താല നിയോജകമണ്ഡലത്തിലുള്ളത്. അതിൽ 8 സ്കൂളുകൾക്ക് 100% വിജയം കൈവരിച്ചിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ വിജയത്തിൽ 100% വിജയം കൈവരിച്ചിരിക്കുകയാണ്. ആ 8 സ്കൂളുകളിലെ PTA അതുപോലെ തന്നെ അധ്യാപകരെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ബൃഹത്തായ വിപുലമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിന് സംഘാടക സമിതി ചേർന്നപ്പോൾ ഏറ്റെടുത്തത്. തൃത്താലയിൽ 3 പദ്ധതികളാണ് MLA നേതൃത്വത്തിൽ നടക്കുന്നത്. മണ്ഡലത്തിലെ 14 വിദ്യാലയങ്ങളിൽ നിന്നുമായി SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ 600ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുക. കൂടാതെ 100% വിജയം കൈവരിച്ച ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഉന്നത വിജയം കൈവരിച്ച 2ാമത്തെ വിദ്യാലയമായ പരുത്തൂർ ഹൈസ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളെയും അനുമോദിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, MK വിമൽ ഗോവിന്ദ്, റാഷിദ് കരിമ്പനക്കൽ തുടങ്ങിയവർ കുട്ടികളുമായി സംവദിക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രതിഭാ സംഗമം. സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ കുട്ടികളുമായി സംവദിക്കുന്നുണ്ട്. +2, 10ാം ക്ലാസ് വിഭാഗങ്ങളുമായി 200ഓളം കുട്ടികൾ പ്രതിഭയോടൊത്ത് സംവാദ പരിപാടിയിലും പങ്കെടുക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വിജയോത്സവം സംഘാടക സമിതി ചെയർമാൻ PR കുഞ്ഞുണ്ണി, എൻലൈറ്റ് കോർഡിനേറ്റർ K രാമചന്ദ്രൻ, തൃത്താല AEO K പ്രസാദ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. എക്സലൻസ് അവാർഡ് പല ഏജൻസികളും കൊടുക്കുന്നുണ്ട്. മന്ത്രി നടപ്പാക്കുന്ന ഈ എക്സലൻസ് അവാർഡിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള 2-3 വ്യക്തികളുമായിട്ട് സംവദിക്കാൻ അവസരം കൊടുക്കുന്നതാണ്. ആ പദ്ധതിയുടെ ഒരു അടിസ്ഥാനത്തിൽ ഇതില് ഇപ്രാവശ്യം ശ്രീമതി TV അനുപമ IAS ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. അവർ പൊതുവിദ്യാലയത്തിലൂടെ പഠിച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള IAS പോലത്തെ ഒരു ഡിഗ്രി എടുത്ത ഒരു വനിതയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ജീവിതാനുഭവവും പഠനാനുഭവങ്ങളും കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ അത് കുട്ടികൾക്ക് പുതിയൊരു ദിശാഗതി നൽകും. അടുത്ത അവരുടെ പഠനത്തെ അത് ഒരു ഇൻസ്പയറിംഗ് ആയി സ്വാധീനിക്കും. അപ്പൊ ഇതാണ് ഒരു വ്യത്യാസം. രണ്ടാമത്തത്, അന്ന് തന്നെ നമ്മള് ജെൻ റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട്
വിമൽ ഗോയൽ. അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിലെ ഒരു താമസക്കാരൻ കൂടിയാണ്.